ഹായ് നമസ്കാരം. ഇന്ന് ഇന്റർനെറ്റിന്റെ കാലമാണ്. ഓൺലൈനിലൂടെയുള്ള പണമിടപാടുകൾ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയുള്ള ചാറ്റിംഗ്, പോസ്റ്റുകൾ, കമന്റ്, ഷെയർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം, എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ എടുക്കാൻ പോയിട്ട് ആ ലോണിൽ നിന്ന് എന്തെങ്കിലും അവർ നിങ്ങളെ എന്തെങ്കിലും ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുകയോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഓൺലൈനിലൂടെ ഒരു സൈബർ ബുള്ളിങ് ഒക്കെ സംഭവിക്കാറുണ്ട്, ഹരാസ്മെന്റ് ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഹരാസ്മെന്റുകൾ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ സോഷ്യൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും അനുബന്ധ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതിന് മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പുതിയ പുസ്തകമായ ഓൺലൈൻ ജോബ്സ് മാസ്റ്ററി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുസ്തകം ഞങ്ങളുടെ ഡിജിറ്റൽ സ്റ്റോറായ netwallet.com-ലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓഫറിൻ്റെ കൂപ്പൺ കോഡ് ഈ വീഡിയോക്കിടയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 50% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓൺലൈൻ ജോബ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും ഒരേപോലെ ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഫിനാൻഷ്യലി ഹാപ്പി ആയിരിക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കുക. അതിന് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം സഹായിക്കും. ഇതിനകത്ത് 15 റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓൺലൈൻ ജോലികളാണുള്ളത്. രജിസ്ട്രേഷൻ ഫീസ് വേണ്ട, ഡെപ്പോസിറ്റ് വേണ്ട, ഇങ്ങനെയുള്ള ഒരു കാര്യം വേണ്ട. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഉണ്ടോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തുടങ്ങാം. SLC +2 ഡിഗ്രി PG കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ പുസ്തകം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കേണ്ട, 50% ഓഫിൻ്റെ കൂപ്പൺ കോഡ് ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 50% ഓഫ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി കണ്ടന്റിലേക്ക് പോവാം. നമ്മൾ സൈബർ ബുള്ളിങ് ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം സൈബർ ഇടങ്ങളിൽ പലപ്പോഴും നമ്മൾ ചീറ്റിംഗ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റിനൊക്കെ ഇടവന്നേക്കാം നമ്മൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ എന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള കുറേ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതിൽ വിശദമായിട്ട് നമുക്ക് പോകാം. ഇന്നെല്ലാം സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഓൺലൈൻ്റെ കാലമാണ്. എല്ലാ പരിപാടിയും ഓൺലൈനിലൂടെ ആക്കി നമ്മൾക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യലായിട്ട് ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എല്ലാ പരിപാടികളും ഓൺലൈനിലൂടെയാണ്. എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും പലരും സോഷ്യൽ മീഡിയയിലാണ് ഇത് പോസ്റ്റ് ചെയ്യുക. പിന്നീട് അത് ഭയങ്കര വിവാദങ്ങളായി, പ്രശ്നങ്ങളായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ഒന്നും അറിയാതെ പോലും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ അവരെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ നേരിട്ടിട്ട് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഹരാസ്മെൻറ്റുകളൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ വിഷമിച്ച് സാഡായി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ പണം നമുക്ക് കിട്ടിയ അതൊരു സന്തോഷം തന്നെയാണ്. അത്തരത്തിലൊരു ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറായിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു പദ്ധതിയെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മുടെ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിനകത്ത് പോയിട്ട് സൈബർ ബുള്ളിങ് ഇൻഷുറൻസ് ഇൻ ഇന്ത്യ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, ഇറ്റ്സ് സോഷ്യൽ മീഡിയ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഓർ ഫയൽ ട്രാൻസ്ഫേഴ്സ് കീപ്സ് യുവർ സെൽഫ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഫ്രോഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, സൈബർ ബുള്ളിങ് ആൻഡ് സോഷ്യൽ മീഡിയ ലയബിലിറ്റി വിത്ത് അവർ കസ്റ്റമൈസ്ഡ് HDFC റെഗോ സൈബർ സൺസെറ്റ് ഇൻഷുറൻസ് പ്ലാൻ. ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ഈ ഒരു പ്ലാന് കൊണ്ടുവന്നിട്ടുള്ളത്. കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ HDFC എർഗോ എന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റു കുറച്ച് കമ്പനികൾ കൂടിയുണ്ട്. ഞാനിതിപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇത് കൂടാതെ നിങ്ങൾക്ക് ബജാജ് അലയൻസ് ഇത്തരത്തിലുള്ള പരിരക്ഷ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ SBI ജനറൽ ഇൻഷുറൻസ് ഇതിലുള്ള പരിരക്ഷ നൽകുന്നുണ്ട്. അതുപോലെ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറാലി ഇൻഷുറൻസ് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കമ്പനികളൊക്കെ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പദ്ധതികൾ ഈ HDFCയുടെ കേസിൽ ഇവർ സ്റ്റാർട്ട് ചെയ്ത് 2022 ജനുവരിയിലാണ്. ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സൈബർ ഇൻഷുറൻസ് പ്ലാൻ ഫോർ സ്റ്റുഡൻസിന് എടുക്കാം, സൈബർ ഇൻഷുറൻസ് പ്ലാൻ ഫോർ ഫാമിലി, നിങ്ങളുടെ ഫാമിലിക്ക് എടുക്കാം, സൈബർ ഇൻഷുറൻസ് പ്ലാൻ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഈ ഒരു പോളിസി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റിന് എടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പും എല്ലാ വ്ളോഗർമാർക്കും ഇത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ
വിവാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സംഭവങ്ങൾ ഇത് ക്ലെയിം ചെയ്യാനുള്ള നടപടിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇനി വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് കവറേജ് ഓഫേർഡ് ബൈ അവർ സൈബർ ഇൻഷുറൻസ്. അതിൽ എന്തൊക്കെയുണ്ട്? തെഫ്റ്റ് ഓഫ് ഫണ്ട്സ്, അൺഓതറൈസ്ഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഐഡന്റിറ്റി തെഫ്റ്റ്, ഡാറ്റ റീസ്റ്റോറേഷൻ, മാൾവെയർ, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഓഫ് ഹാർഡ്വെയർ, സൈബർ ബുള്ളിങ് ആൻഡ് സൈബർ സ്റ്റേക്കിംഗ്, ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ. നിങ്ങളുടെ എന്തെങ്കിലും ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ കുറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ കുറഞ്ഞു വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്കത് സംഭവം പോകാം, ലീഗലി പോകാം. ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ചീഞ്ഞ മുട്ടയോ അല്ലെങ്കിൽ പേപ്പർ കഷ്ണങ്ങളോ സോപ്പ് പെട്ടിയോ മരപ്പെട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആരെങ്കിലും കമ്പനികൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ലോസായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സംഭവം ഇൻഷുറൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓൺലൈൻ സെയിൽസിൻ്റെ കേസിൽ, സോഷ്യൽ മീഡിയ ആൻഡ് മീഡിയ ലൈബിലിറ്റി കേസിൽ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ലൈബിലിറ്റി, അതുപോലെ തന്നെ പ്രൈവസി ബ്രീച്ച് ആൻഡ് ഡാറ്റ ബ്രീച്ച് ലൈബിലിറ്റി, അതുപോലെ പ്രൈവസി ബ്രീച്ച് ബൈ എ തേർഡ് പാർട്ടി, സോ സ്മാർട്ട് ഹോം കവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട്. തെഫ്റ്റ് ഓഫ് ഫണ്ട്, ലൈബിലിറ്റി റൈസിംഗ് ഡ്യൂ ടു അണ്ടർഏജ് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, സൈബർ എക്സ്ട്രോഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? കവേർഡ് കിട്ടും. ഇനി കവേർഡ് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. കവറേജ് ടു വർക്ക് പ്ലേസ്, അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും കവർ ചെയ്യില്ലെന്നാണ് പറയുന്നത്. കവറേജ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതിന് കവറേജ് കാര്യങ്ങൾ കിട്ടില്ല. അപ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം ലീഗൽ സ്യൂട്ട്സ് ഫ്രം എ ഫാമിലി മെമ്പർ, അതായത് ഈ കവറേജ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വല്ല ഏതെങ്കിലും കമ്പനികളുടെ ഷെയറോ വല്ല മ്യൂച്വൽ ഫണ്ടോ വാങ്ങിച്ചു, ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വാങ്ങിച്ചിട്ട് അവസാനം അത് നഷ്ടമായി കഴിഞ്ഞാൽ അതിനൊന്നും ഇവർ കവറേജ് ഒന്നും നൽകില്ല. ഇത് അതൊക്കെ ഓർത്തിട്ട് അതിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യമില്ലേ. അതുപോലെ തന്നെ ലോസ് ഇൻകേർഡ് ഇൻ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ കുറേ തട്ടിപ്പ്. ഇപ്പോൾ MTF ഒക്കെ ഒരുപാട് പൈസയും കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നും കൊടുക്കാൻ പറ്റില്ല, അതിനൊന്നും അവർ കവർ ചെയ്യില്ല. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അപ്ഗ്രേഡിങ് ഡിവൈസസ്, നിങ്ങളുടെ ഡിവൈസുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാർജ്, യൂസ് ഓഫ് റെസ്ട്രിക്റ്റഡ് വെബ്സൈറ്റ്സ്, അതായത് ചില വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി, അത്തരത്തിലുള്ള വെബ്സൈറ്റൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവറേജ് ഒന്നും കിട്ടില്ല. പിന്നെ ഗാംബ്ലിംഗ്, ഓൺലൈനിലൂടെ എന്തെങ്കിലും ഗാംബ്ലിംഗ് പരിപാടികൾക്കൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം റമ്മിയൊക്കെ കളിച്ചിട്ട് പൈസ പോയി കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും പൈസ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലീഗലി ഉള്ള കാര്യം, പ്രൊഫഷണലി ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ലീഗലി ഉള്ള കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, പക്ഷേ അതിന് കിട്ടില്ല, കാരണം അത് ട്രേഡിംഗ് ആണ്, എന്തൊക്കെ നഷ്ടങ്ങൾ വരും. അതുകൊണ്ടാണ് ട്രേഡിങ്ങിൻ്റെ കേസിൽ ഞാൻ എന്നും പറയുന്നില്ല ട്രേഡിംഗ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെന്ന്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതും. സോ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ HDFCൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 1 വർഷമാണ് പോളിസി പീരീഡ്. 10,000 മുതൽ 5 കോടി വരെ കിട്ടും, 10,000 മുതൽ 5 കോടി വരെ. പിന്നെ ഇൻഷുറൻസ് പ്ലാൻ വെറും 2 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസം വെറും 2 രൂപ, ഏകദേശം 60 രൂപ മാത്രമേ ഉള്ളൂ. 60 രൂപ ഒരു മാസത്തേക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കവറേജ് എടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ റീസൺ ടു ചൂസ് HDFC റിഗോ, അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി, ചൂസ് യുവർ ഓൺ പ്ലാൻ, കവറേജ് extends to all your devices, no deductibles, keep your stress free, no sublimits, protection against cyber risk, ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് സൈബർ ഇൻഷുറൻസ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡ് ലേറ്റസ്റ്റ് സൈബർ ഇൻഷുറൻസ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ വർക്കിംഗ് പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും ഓൺടർപ്രണേഴ്സിനും അതുപോലെ എല്ലാ ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണിത്. സോ ആർക്ക് ബൈ ചെയ്യാം, 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും അത് ബൈ ചെയ്യാം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോളിസിൻ്റെ പീരീഡ് നേരത്തെ പറഞ്ഞ 1 വർഷമാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എത്രയാണ് എമൗണ്ട് വരുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേജ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ HDFCയിൽ മാത്രമല്ല മറ്റുള്ള കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് തെളിയിക്കപ്പെട്ട നഷ്ടപരിഹാരം കിട്ടും. പോരാത്തതിന് ഗോസിപ്പ് പ്രചരിപ്പിച്ചയാൾ സൈബർ ക്രിമിനൽ ചട്ടപ്രകാരം അഴിക്കുള്ളിലാകും. ആരെങ്കിലും ഒരു ഗോസിപ്പ് ഇട്ട് വെറുതെ തമാശയ്ക്ക്, ആ ഗോസിപ്പ് ഇട്ട ആൾ അകത്തും ആവും, നിങ്ങൾക്ക് അതിന് പൈസയും കിട്ടും. പക്ഷേ അത് തെളിയിക്കണം, ഇതാ ഇങ്ങനെ ഗോസിപ്പ് എന്നെ കുറിച്ച് നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ.
അത് പ്രത്യേകിച്ചിട്ട് അവർ ചെയ്യുന്നത് സൈബർ ഇടങ്ങളിലെ അന്തസ്സ് അഥവാ മാന്യത സംരക്ഷിക്കാൻ ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അതാണ് ഈ സംഭവം. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ചിട്ട് വേറെ ഒരു കാര്യങ്ങൾ പറയാനില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ വാലറ്റ് ഇങ്ങനെയുള്ള ഹാക്കിങ്. അതുവഴി നമുക്ക് പണം കുറേ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടും. HDFCയുടെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഒരു ദിവസം 2 രൂപ മുതലാണ് പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വൈറസ് കാരണം, നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കാരണം പലപ്പോഴും നമ്മുടെ മെമ്മറി കാർഡ് തന്നെ അടിച്ചു പോകാറുണ്ട്, ഡാറ്റ ഫുള്ളും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത്തരത്തിലുള്ള കേസിന് പോലും ആ ഡാറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു നല്ല ചിലവ് വരും. അതിന് പോലും ഇൻഷുറൻസ് കിട്ടുമെന്നത് വലിയൊരു അഡ്വാൻറ്റേജ്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു സൈബർ ബുള്ളിങ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരും വീഡിയോ ഷെയർ ചെയ്യുക. അവരെ കൂടി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ അറിയിക്കാനും ഇത്തരത്തിലുള്ള പോളിസി വേണ്ടവർ എടുക്കട്ടെ, അത്തരത്തിലുള്ളവർ എടുക്കാനും അവർക്കൊരു പ്രചോദനം നിങ്ങൾ നൽകുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.